ദ്രോഹിക്കുവാനും കൊന്നുകളയുവാനും കൽപ്പിച്ചു. സൈനികർ ഇസ്രായേല്യരെ ദ്രോഹിക്കാൻ തുടങ്ങി. അവർ പുരുഷന്മാരെ കൊന്നുകളഞ്ഞു. അവർ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല. അവരെ എതിർത്തവരെ അവർ തടവിലാക്കി. ഈ ക്രൂരമായ പ്രവൃത്തി കണ്ട് പ്രവാചകൻ നിസ്സഹായനായി നോക്കിനിന്നു. ജനങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കുവാനും അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചില്ലെങ്കിൽ ഫിർഔനും ഈജിപ്തിനും വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഫിർഔനെ താക്കീത് നൽകുവാൻ അല്ലാഹു മൂസാ നബിയോട് കൽപ്പിച്ചു. വീണ്ടും ഫിർഔനെ കാണാൻ പോയി. പിന്നെ അദ്ദേഹം ഇസ്രായേലരെ മോചിപ്പിക്കാനുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചു. എന്നാൽ ഫിർഔൻ അതും സമ്മതിച്ചില്ല. അപ്പോൾ അല്ലാഹു ഈജിപ്തിൽ കഠിനമായ വരൾച്ച നൽകി. നൈൽ നദിയിലെ പച്ചപ്പുകളും ഫലഭൂവിഷ്ടമായ താഴ്വരകളും വാടിപ്പോവുകയും കരിഞ്ഞുണങ്ങുകയും ചെയ്തു. കൃഷികൾ നശിച്ചു. മൃഗങ്ങൾ ചത്തൊടുങ്ങി. ഈജിപ്തുകാർ ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു. അപ്പോഴും ഫിർഔൻ അനുസരിക്കാൻ മടിക്കുകയും അഹങ്കാരിയായി തുടരുകയും ചെയ്തു. പിന്നീട് ഈജിപ്തിനെ നശിപ്പിക്കാൻ അല്ലാഹു ഒരു വലിയ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. വിളകൾ നശിപ്പിക്കപ്പെട്ടു. ധാരാളം ഈജിപ്തുകാർ കൊല്ലപ്പെട്ടു. പിന്നീട് മുഖ്യമന്ത്രിമാർ മൂസാ നബിയോട് അപേക്ഷിച്ചു, മൂസ, ഞങ്ങളെ സഹായിക്കണം. അവർ കരഞ്ഞു പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ ഇല്ലാതാക്കുന്ന പക്ഷം താങ്കളെയും താങ്കളുടെ ദൈവത്തെയും ഞങ്ങൾ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ താങ്കളുടെ കൂടെ അയച്ചു തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഭൂമി സാധാരണ നിലയിലായിത്തീരുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലുകാർ അപ്പോഴും അടിമകളായി തന്നെ തുടർന്നു. വാഗ്ദാനം നൽകിയതുപോലെ അവർ അവരെ മോചിപ്പിച്ചില്ല. അവരുടെ വാഗ്ദാനം നിറവേറ്റാൻ മൂസാ നബി അവരോട് ആവശ്യപ്പെട്ടു. അവർ അദ്ദേഹത്തിന്റെ ആവശ്യം അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അദ്ദേഹം വീണ്ടും അല്ലാഹുവിനെ വിളിച്ചപേക്ഷിച്ചു. ഈ സമയത്ത് അല്ലാഹു വിളകൾ നശിപ്പിക്കുന്ന വലിയ പ്രാണികളെ ഈജിപ്തിലേക്ക് അയച്ചു. അവ വിളകൾ നശിപ്പിക്കുകയും തിന്നു തീർക്കുകയും ചെയ്തു. സഹായം തേടി ആളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിവന്നു. ആ പ്രാണികളെ ഓടിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ടുപോകാമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകി.